ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 1600-ലധികം ഒഴിവുകളുമായിട്ട് ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ്സും അതോടുകൂടി തന്നെ IT ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 10/1/2024 മുതൽ 10/2/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിലേക്ക് 2/1/2024 നോട്ടിഫിക്കേഷൻ വന്നത്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് 10/1/2024 മുതൽ 10/2/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം 1600-ലധികം ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ കാർപ്പൻ്റർ വിഭാഗത്തിൽ പെയിൻറ്റർ, മാസോൺ, പൈപ്പ് ഫിറ്റിംഗ്, ഫിറ്റർ, കാർപ്പൻ്റർ, അതുപോലെ ഡീസൽ മെക്കാനിക് തുടങ്ങിയ എല്ലാ ITI ട്രേഡുകളുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിലേക്കും എത്ര വേക്കൻസികളെന്ന് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഗ്യാരേജിലേക്കും വർക്ക്ഷോപ്പിലേക്കും ഇത്ര വേക്കൻസികളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10/2/2024 കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്ക് ഏജ് കണക്കാക്കുന്നത്. അതിൽ തന്നെ SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 10th എക്സാം പാസ്സായിരിക്കും. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിലുള്ള IT NCVT SCVT അംഗീകരിച്ച ഒരു IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസാണ് വെറും 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. SC ST PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.